ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മിൻറ്റി പി എസ് സി അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഉള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ സിലബസാണ്. ഇപ്പോൾ 2026 സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒഫീഷ്യൽ സിലബസ് എങ്ങനെയാണ്, ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി നമുക്ക് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നിലവിൽ മിൻറ്റി പി എസ് സി എന്ന യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് നോക്കണേ. അപ്പോൾ എന്താ ഹെഡിങ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ മെയിൻസ് എല്ലാം ഒറ്റ പരീക്ഷയുള്ളൂ കേട്ടോ. മെയിൻസ് എല്ലാം ഒറ്റ പരീക്ഷ. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന ഒറ്റ പരീക്ഷയുടെ 2026 ഒഫീഷ്യൽ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കണം. നോക്കി, അതിൽ കൊടുത്തിരിക്കുന്നു ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക്. ദെൻ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയോ 5 മാർക്ക്. എക്കണോമിക്സോ അതുകൊണ്ട് 5 മാർക്ക്. അടുത്ത ഏതാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, എത്ര മാർക്കാണ്? 8 മാർക്ക്. അടുത്ത കേരള ഭരണ സംവിധാനം എത്ര മാർക്കാണ്? 3 മാർക്ക്. അടുത്ത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എത്ര മാർക്കാം? 4 മാർക്ക്. അടുത്ത ഭൗതിക ശാസ്ത്രം എത്ര മാർക്കാം? 3 മാർക്ക്. രസതന്ത്രം എത്ര മാർക്കാണ്? 3 മാർക്ക്. കലാകായിക സാഹിത്യ സംസ്കാരമോ 4 മാർക്ക്. പിന്നെയുള്ളത് കറണ്ട് അഫെയർ ഉണ്ട്. ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫെയർ കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു 2025 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫെയർ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ അടുത്ത മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്ക്. ഇംഗ്ലീഷോ അതുകൊണ്ട് 10 മാർക്ക്. പിന്നെയുള്ളത് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം. അതിന് മലയാളം നമുക്ക് എത്ര മാർക്കാം? 10 മാർക്ക്. സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് 20 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. 20 മാർക്ക് ക്ലിയറാണ്. ഇനി അവിടുന്ന് പെയ്യെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കൂ, ഓരോ വിഷയങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന സമയത്ത് നോക്കണേ. പൊതുവിജ്ഞാനം, അതിലാദ്യം പറയുന്നു ചരിത്രം 5 മാർക്ക് എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയുണ്ട് അവിടെ? ആദ്യം പറയുന്നു ഏതാത്? കേരളം അല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരംഭം എവിടെയാണ്? കേരള ഹിസ്റ്ററിയാണ്. യൂറോപ്യന്മാരുടെ വരവ് മുതൽ അവരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ, ശ്രീധര തിരുനാൾ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യമായ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം അല്ലേ? അങ്ങനെ കേരള ഹിസ്റ്ററി എത്ര മാർക്കുണ്ട്? 5 മാർക്ക്. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പോലുള്ള കാര്യങ്ങൾ, വിദേശ നയം. പിന്നെയുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. അവിടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ്, ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേൾഡ് ഹിസ്റ്ററി. അപ്പം 3 ഹിസ്റ്ററിയാണ്. ഇന്ത്യ, കേരളം, വേൾഡ് 5 മാർക്ക്. പിന്നെയുള്ള ജോഗ്രഫിയാണ്. അതും സമാനമായ സിറ്റുവേഷൻ. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി 5 മാർക്കാണ്. വേൾഡ് ജോഗ്രഫിയിൽ എന്തൊക്കെയുണ്ടാകും? ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, അന്തരീക്ഷമർദ്ദം, താപനില, കാലാവസ്ഥ, ആഗോള പ്രശ്നങ്ങൾ, വിദൂര സംവേദനം, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ പോലെ ടോപ്പിക്കുകളെ വേൾഡ് ഹിസ്റ്ററി അല്ല, വേൾഡ് ജോഗ്രഫി. പിന്നുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. അവിടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപ് പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, ധാതുക്കളും വ്യവസായം, റിസോഴ്സുകൾ, വ്യോമഗതാഗത സംവിധാനങ്ങൾ അല്ലേ? പിന്നുള്ളത് കേരള ജോഗ്രഫിയാണ്. അവിടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായം, ഊർജ്ജസ്രോതസ്സുകൾ, റോഡ്, റയൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. അങ്ങനെ കേരള ജോഗ്രഫി. അങ്ങനെ 3 തരത്തിലെ ജോഗ്രഫി, കേരളവും ഇന്ത്യയും വേൾഡും കൂടെ ചേർത്ത് 5 മാർക്കും. പിന്നെയുള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമുക്ക് 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ 5 മാർക്കിൽ ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം 5 മാർക്കാണ്. പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണ്. ആ 8 മാർക്കിൽ ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ് ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91. പിന്നെയുള്ള പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും, യൂണിയൻ ലിസ്റ്റുകൾ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പിന്നെയുള്ളത്
കേരളം ഭരണഘടനാ സംവിധാനമാണ്, എത്ര മാർക്കാ? 3 മാർക്കാണ്. കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്തനിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കാരങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ബയോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്താണ്. 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങളും അങ്ങനെയുള്ള ടോപ്പിക്ക്. എത്ര മാർക്കായിരുന്നു? 4 മാർക്ക്. പിന്നെയുള്ള ഫിസിക്സ് 3 മാർക്കാണ്. അവിടെ ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ISRO ബഹിരാകാശ നേട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രകാശം, ലെൻസ്, ദർപ്പണം, അതിൻ്റെ സമവാക്യങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പോലുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെയുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് ശബ്ദമാണ്, വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. പിന്നെയുള്ളത് ബലമാണ്. ബലവുമായി ബന്ധപ്പെട്ട വിവിധതരം ബലങ്ങൾ, കർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലക്ഷമബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ, വിസ്കസ് ബലം, പ്രതലബലം. പിന്നെയുള്ളത് ഗുരുത്വാകർഷണമാണ്. അതുമായി ബന്ധപ്പെട്ട അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം, താപനില, താപം, തെർമോമീറ്റർ, പ്രവൃത്തി, ഊർജ്ജം പോലുള്ള കാര്യങ്ങൾ. അങ്ങനെ 3 മാർക്കാണ്. വലിയൊരു ടോപ്പിക്കാണ് ഫിസിക്സിൽ നിന്നുള്ളതും. പിന്നെയുള്ളത് രസതന്ത്രമാണ്. 3 മാർക്ക്. ആറ്റം, തന്മാത്ര, അക്വറീജിയ, ദ്രവ്യം, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലായനികൾ, മിശ്രിതങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ പോലുള്ള ടോപ്പിക്കുകൾ. പിന്നെയുള്ളത് എത്ര മാർക്കാണ്? 3 മാർക്ക്. പിന്നെയുള്ളത് കലാ, കായിക, സാഹിത്യ, സംസ്കാരം 4 മാർക്കാണ്. കലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. ഇങ്ങനെ കലയുമായി ബന്ധപ്പെട്ടത് ശരിക്കും 4 ടോപ്പിക്കാണ്. കലയും കായികവും സാഹിത്യവും സംസ്കാരം 4 ടോപ്പിക്കാണ് ശരിക്കും 4 മാർക്ക്. ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇത് കല എന്ന് പറയുന്നത്. പിന്നെ സ്പോർട്സാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള സ്പോർട്സും ഉണ്ട് ഇന്ത്യയിൽ. ലോക സ്പോർട്സ്, ഇന്ത്യൻ സ്പോർട്സ്, കേരള സ്പോർട്സ്, ഇങ്ങനെ 3ആയി തിരിക്കാൻ കഴിയും. ഇങ്ങനെ 3 തരത്തിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ടോപ്പിക്ക്. കായിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാന അവാർഡുകൾ, ട്രോഫികൾ, കായികയിനങ്ങൾ, വേൾഡ് കായികമായിട്ടുള്ള ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഏഷ്യൻ ഗെയിംസ്, ദേശീയ ഗെയിംസ് പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് സാഹിത്യമാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കൃതികൾ, കർത്താക്കൾ, അതുപോലെ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രസ്തുതമായ വരികൾ, മലയാള പത്രപ്രവർത്തനം, സിനിമ, അവാർഡുകൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സംസ്കാരമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ പോലുള്ള കാര്യങ്ങൾ. ഇതിനുള്ള കറണ്ട് അഫെയർ ആണ്. തൽക്കാലം പേഴ്സണലി നിങ്ങൾ 2025 ജനുവരി മുതൽ ആരംഭിക്കുക. 2025 ജനുവരി മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുക. എന്ന് വരെ വേണമെന്നുള്ള കാര്യം പരീക്ഷയുടെ ഡേറ്റ് വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ. നിലവിൽ ഡേറ്റ് വരാത്ത പക്ഷം, അതായത് ഡേറ്റോ മാസമോ ഒന്നും വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2025 ജനുവരി മുതൽ പഠിച്ചു തുടങ്ങിക്കോ. എന്ന് വരെ വേണമെന്ന് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. മാത്സിൽ നമുക്ക് 5 മാർക്കാണ് QA. ആ QA ആണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധം, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, അതുപോലെ കൃത്യങ്കം, ജാമിതി രൂപങ്ങൾ, പ്രോഗ്രഷൻസ് പോലുള്ള ടോപ്പിക്ക് അല്ലേ. പിന്നെയുള്ളത് മാനസികശേഷിയാണ്, റീസണിംഗ് ആണ്. അവിടെ ക്ലോക്ക്, കലണ്ടർ, ഡയറക്ഷൻ, സമാന ബന്ധങ്ങൾ, അതുപോലെ ഒറ്റയാനെ കണ്ടെത്തൽ, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദിശാബോധം, ക്ലോക്ക്, കലണ്ടർ പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്. 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷൻ. അവിടെ പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, ജെറണ്ടുകൾ, ടെൻസസ്, പ്രപ്പോസിഷൻ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. വൊക്കാബുലറി അതുപോലെ 5 മാർക്ക്. അവിടെയും കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിമ്, ആൻറ്റോണിമ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ്സ് ഓഫ്റ്റൻ കൺഫ്യൂസർ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനുള്ളത് മലയാളമാണ്. 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ല്, സമാനപദം, ചേർത്തെഴുതുക, വചനം, പിരിച്ചെഴുതൽ പോലുള്ള കാര്യങ്ങൾ. മറന്നുപോലെ ക്ലിയർ. ഇനി അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്, സ്പെഷ്യൽ ടോപ്പിക്ക്. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്ക് ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയിലാണ്. ഇവിടെ സിവിൽ എക്സൈസ് ഓഫീസറായതുകൊണ്ട് അതിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആദ്യം പറയുന്നത് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്. അതിൽ 4 മാർക്ക് എന്താണ്? അതിൽ 4 മാർക്ക് അബ്കാരി ആക്റ്റാണ്. അതിൻ്റെ മൊഡ്യൂൾ 1 അബ്കാരി ആക്റ്റാണ്. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അബ്കാരി ആക്ട് 4 മാർക്കാണ്.
അപ്പോൾ അതിൽ ജൂറിസെക്ഷൻ, ആസ്പെക്ട്സ് ഓഫ് ലിക്വറിനെ പറ്റി പഠിക്കുക, ഡ്രൈ ഡേയ്സ്, സെഷൻസ് ഓഫ് കോമൺ ക്രൈംസ്, മാനുഫാക്ചർ ഓഫ് ലിക്വർ, ഏജ് ഓഫ് പൊസഷൻ ഓഫ് ലിക്വർ, അബ്കാരി ആക്ട്, റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓഫീസർ. അങ്ങനെ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു 4 മാർക്കിന് പഠിക്കണം. പിന്നെയുള്ളത് NDPS ആണ്. മൊഡ്യൂൾ 2 2 മാർക്ക്. 2 മാർക്കിന് നീഡ് ഓഫ് ഇനാക്ട്മെൻറ്റ്, ജൂറിസെക്ഷൻ, ഡെഫിനിഷൻ, ഡ്രഗ്സ് പ്രസൻറ്റ് സിനാരിയോ, യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്, 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതുമായി ബന്ധപ്പെട്ട സെഷൻ 20, 21, 22, 22, 50 അങ്ങനെയുള്ള NDPS കഞ്ചാവ് നിരോധന നിയമം 985 ആണ് കേട്ടോ. അപ്പം കഞ്ചാവ് നിരോധന നിയമം എന്ന് മലയാളത്തിൽ വിളിക്കും. NDPS ആക്ട് 985, 2 മാർക്കാണ് മൊഡ്യൂൾ 2. പിന്നെയുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് മൊഡ്യൂൾ 3 ആണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ആക്ട് 968, 3 മാർക്കാണ്. ആ 3 മാർക്കുമായി ബന്ധപ്പെട്ട് ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ്, റെഡ്യൂസിങ്, ഫോർട്ടിഫിക്കേഷൻ, ENA, അബ്സൊല്യൂട്ട് ആൽക്കഹോൾ, ഡീനാച്ചുറൽ സ്പിരിറ്റ്, സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ, മൊളാസസ്, ന്യൂട്രൽ സ്പിരിറ്റ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഇഥൈൽ ആൽക്കഹോൾ, അബ്സൊല്യൂട്ട് ആൽക്കഹോൾ, ഡിസ്റ്റിലേഷൻ, ബ്ലെൻഡിങ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മാർക്കാണ്. പിന്നെയുള്ള മൊഡ്യൂൾ 4 ആണ്. ഫോറിൻ ലിക്വർ റൂൾസ് ആണ്. 3 മാർക്കാണ്. അപ്പോൾ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ലൈസൻസ്, FL1, FL3, FL11, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ലിക്വർ, സ്ട്രെങ്ത് ഓഫ് ബിയർ ആൻഡ് വൈൻ, ഡിസ്റ്റൻസ് റൂള്, IMFL ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈ ഡേയ്സ്, വർക്കിംഗ് അവർക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 4 3 മാർക്കാണ്. പിന്നെയുള്ളത് മൊഡ്യൂൾ 5 ആണ്. കോട്ട്പേയാണ്. അവിടെ 3 മാർക്കാണ്. അവിടെ പബ്ലിക് സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പഠിക്കുക. അടുത്ത മൊഡ്യൂൾ 6 ആണ്. 3 മാർക്ക്. ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ആണ്. വിമുക്തി പ്രോഗ്രാമൊക്കെ ഇല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 മാർക്ക് IT ആക്ട്. അതിൽ സെക്ഷൻ 43, 43A, 65, 66, 66B, 66C, 66D, 66E, 66F, 67, 67A, 67B, 72, 77B, 78 പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് വരാൻ പോകുന്ന 2026 സിവിൽ എക്സൈസ് ഓഫീസർ ഒറ്റ പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസിനെ അടിസ്ഥാനമാക്കി കൃത്യമായ കാര്യങ്ങളെ മുന്നോട്ട് നോക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സൂപ്പർ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസോ അതിൻ്റെ മറ്റുള്ള ഏജ് ലിമിറ്റുകളോ ശമ്പളമോ മറ്റുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നമ്മുടെ ഈ നിലവിലെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൃത്യമായ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിലുപരി സൂപ്പർ ബാച്ച്, റാങ്ക് ഉറപ്പിക്കാൻ കഴിയുന്ന NDPSൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആൻഡ് ഏറ്റവും സൂപ്പർ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ, അതായത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച്, ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ, ബാച്ചിൻ്റെ വിശദീകരണമുള്ള ഡീറ്റെയിൽസ് പറയാൻ കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ കൃത്യമായിട്ട് ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വീഡിയോ കൃത്യമായിട്ട് കംപ്ലീറ്റ് കണ്ടു നോക്കിയ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശേഷം നമ്മൾ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ കൃത്യമായിട്ട് ഇതിൻ്റെ സിലബസ് ഇതിൻ്റെ PDF കൃത്യമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം. നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ബാച്ചിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കൃത്യമായിട്ട് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.